വെൽക്കം ടു ദി സ്കൂൾ ഓഫ് ബിസിനസ് ലാംഗ്വേജ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ ആ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട് മൊത്തത്തിൽ സീരീസുകളായിട്ടാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഓരോ സീരീസും കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. അപ്പോൾ ഒരു വീഡിയോൻ്റെ ബാക്കിയായിരിക്കും നെക്സ്റ്റ് വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ പറയുന്ന തിയറീസിൻ്റെ പ്രോബ്ലംസ് മാത്രമുള്ളതായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇത് പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് സീരീസിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പാർട്ണർഷിപ്പ്? പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ആണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അതിങ്ങനെയാണ്: റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profits of a business carried on by all or any of them acting for all. ഈ ഡെഫിനിഷൻ പറയുന്നത് ഇത് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു റിലേഷനാണ് ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ക്യാരീഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ക്യാരീഡ് ചെയ്യാം. എങ്ങനെയായാലും വ്യക്തികൾ തമ്മിലുള്ള റിലേഷനാണ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്യാന്നുള്ള അഗ്രിമെൻറ്റിൽ ഉണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പാണ് ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ആൻഡ് ബി കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ അവർ അഗ്രി ചെയ്യാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഈക്വലായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ടേമാണ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒന്നിക്ക് പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ എഴുതിയിട്ടാവാം. ഓറൽ ഓർ റിട്ടേൺ ആണെങ്കിൽ ആ സാധനത്തിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ബേസിക് ഡോക്യുമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ണർഷിപ്പ് ഡീഡിലാണ് ഈ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം, കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം ഇവനിക്ക് 2 ഭാഗം എനിക്ക്, അല്ലെങ്കിൽ ആ റേഷ്യോ, അതുപോലെ തന്നെ ഓരോരാൾ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലുള്ള കോണ്ടൻസ് ഒക്കെ ഈ പാർട്ണർഷിപ്പ് ഡീഡിലാണ് അവർ എഴുതുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയിലേക്കാണ്. അതായത് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് പ്രൊവിഷൻസ് റിലവൻറ്റ് ഫോർ അക്കൗണ്ടിങ് ആണ്. അതായത് അക്കൗണ്ടിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രൊവിഷൻസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോനെ സംബന്ധിച്ച് ഇവിടുന്ന് അങ്ങോട്ട് മുതലാണ് ഇമ്പോർട്ടൻ്റ് പാർട്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ആണ്. അതിലെന്താ പറയണമെന്ന് വെച്ചാൽ, പാർട്ണർഷിപ്പ് ഡീഡ് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈക്വലി പ്രോഫിറ്റ് ഷെയർ ചെയ്യുമെന്നാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളെ ക്വസ്റ്റ്യനിൽ പാർട്ണർഷിപ്പ് റേഷ്യോ പ്രത്യേകിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് ഈക്വലി ഷെയർ ചെയ്യുമെന്ന് അസ്യൂം ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈക്വലി ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ 1:1. ഒരു പാർട്ട്ണർ 1 എടുക്കുമ്പോൾ മറ്റേ പാർട്ട്ണർ 1 എടുക്കും. അതവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അതുപോലെ തന്നെ ഇനി 3 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും? ഒന്നാമത്തെ ആൾക്ക് 1, രണ്ടാമത്തെ ആൾക്ക് 1, മൂന്നാമത്തെ ആൾക്ക് 1. 1:1:1. 4 ആൾക്കാരുണ്ടെങ്കിലോ 1:1:1:1. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ പ്രൊവിഷൻ, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഇനി നെക്സ്റ്റ് പ്രൊവിഷൻ നോക്കാം. രണ്ടാമത്തെ പ്രൊവിഷനാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് ഈ ബിസിനസ് തുടങ്ങുമ്പോൾ പാർട്ട്ണർമാർ ക്യാപിറ്റൽ കൊണ്ടുവരില്ലേ, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് കിട്ടാൻ അവർക്ക് അവകാശമൊന്നുമില്ല. പക്ഷേ അവരെ ഡീഡ്, ആ പാർട്ണർഷിപ്പ് ഡീഡില്ലേ, അതിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. അതും പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ കിട്ടൂ. ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് കിട്ടണം എന്നില്ല. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അടുത്തത് മൂന്നാമത്തെ പ്രൊവിഷനാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ
ഈ പാർട്ട്ണർമാർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് ചില സമയത്ത് അവർക്ക് പൈസക്ക് ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും, ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, അതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞ പോലെ തന്നെ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, 2 പാർട്ട്ണർമാർ 50,000 1 ലക്ഷം കൊണ്ടുവന്നതിനെന്ന് വിചാരിക്കുക ബിസിനസ്സിലേക്ക്. അപ്പോൾ ഒരു ടൈമിൽ അവർക്ക് പണത്തിന് ആവശ്യം വരികയാണ്. അപ്പോൾ അവരതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. 50,000 കൊണ്ടുവന്ന പാർട്ട്ണർ എ ആണെന്ന് വിചാരിക്കുക. എ അതിൽ നിന്നൊരു 5,000 രൂപ എന്തോ ആവശ്യത്തിന് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ചാർജ് ചെയ്യും. എപ്പോൾ? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഒന്നുമില്ല, ചാർജ് ചെയ്യത്തില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ആണ്. അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അല്ലാതെ, അതായത് ക്യാപിറ്റലിന് പുറമെ എത്രയെങ്കിലും എമൗണ്ട് ബിസിനസ്സിന് വേണ്ടി അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ലോണ് ടൈപ്പ് പരിപാടിയാണിത്. ബിസിനസ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ അല്ലാതെ വേറെ പുറമേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 6% പെർ ആനം അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റേറ്റ് തന്നെ ഉണ്ട്. അത് ഡീഡ് പറയണമെന്നൊന്നുമില്ല, അത് റേറ്റാണ്. അടുത്തത് ലാസ്റ്റ് പ്രൊവിഷനാണ് റെമ്യൂണറേഷൻസ് ഫോർ ഫേംസ് വർക്ക്. ഇപ്പോൾ ഒരു പാർട്ട്ണർ ഈ ബിസിനസ്സിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് പറയാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് സാലറി തരണം അല്ലെങ്കിൽ കമ്മീഷൻ തരണം എന്നൊന്നും പറഞ്ഞാൽ, അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും അത് കിട്ടുമെന്നില്ല. അത് ആ ഡീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഡീഡ് പറഞ്ഞാൽ മാത്രമേ ഈ റെമ്യൂണറേഷൻ കിട്ടൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊവിഷൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ കണ്ടത് ഇതിൻ്റെ തിയറി പാർട്ടുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞ തിയറികളിലൊക്കെയുള്ള അതിൻ്റെ സിറ്റുവേഷനിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ലെഡ്ജേഴ്സുകൾ ഏതെല്ലാമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിലും മെയിനായിട്ട്, അതായത് ബാക്കികളിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന 2 ലെഡ്ജർ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും 2 പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകളെ കുറിച്ചാണ്. അതായത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്, അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടുകളും. അങ്ങനെ 2 അക്കൗണ്ടുകളാണ് മെയിനായിട്ട് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട്. ഒരു ലെഡ്ജർ അക്കൗണ്ടിന് 2 സൈഡ് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് സൈഡ്, മറ്റേത് ക്രെഡിറ്റ് സൈഡ്. അതായത് വലതുഭാഗം എപ്പോഴും ക്രെഡിറ്റ് സൈഡും ഇടതുഭാഗം ഡെബിറ്റ് സൈഡും ആയിട്ടാണ് ഉണ്ടാകുക. നിങ്ങൾ എന്താണ് ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ ലെഡ്ജർ വരക്കുന്നത്? ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം അടുത്തത് ലെഡ്ജർ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ആവശ്യം? ഒരു ലെഡ്ജർ കൊണ്ട് അർത്ഥമാക്കുന്നത് ആ ലെഡ്ജറിൻ്റെ ഹെഡിങ്ങില്ലേ, ഇപ്പം ഞാൻ ലെഡ്ജർ അക്കൗണ്ട് എന്ന് എഴുതിയെടുത്ത് അവിടെ എന്താണോ എഴുതിയിട്ടുള്ളത് അത് ഈ ബിസിനസ്സിൽ എത്രയുണ്ട്, അതായത് അതിൻ്റെ വാല്യൂ എത്ര ഉണ്ട്. ഇപ്പം ഈ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഹെഡിങ് കൊടുത്ത സാധനം ഇപ്പോൾ ബിസിനസ്സിൽ എത്രയുണ്ട്. അതിപ്പോൾ ബാധ്യതയാവാം, നമ്മുടെ ആസ്തിയാവാം, അതായത് ലാബിലിറ്റി ആവാം, അസറ്റ് ആവാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആവാം, ഓക്കെ, എക്സ്പെൻസ് ആവാം, ലോസ് ആവാം, അങ്ങനെ കുറച്ച് ഐറ്റംസുകളുണ്ട്, അതിലേതെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സാമ്പിളായിട്ട് കാണുന്നത് ബിസിനസ്സിലെ ഒരു എലമെൻ്റായ ക്യാഷ് എന്ന് പറയുന്ന ക്യാഷിൻ്റെ ലെഡ്ജർ അക്കൗണ്ടാണ്. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കുന്ന ബാലൻസ്, ഈ ലെഡ്ജറിൻ്റെ ബാലൻസ് അർത്ഥമാക്കുന്നത് ആ ഒരു ഐറ്റം ബിസിനസ്സിൽ, ആ ഒരു എലമെൻറ്റ് ബിസിനസ്സിൽ ഇപ്പോൾ എത്രയുണ്ട്, അതിൻ്റെ വാല്യൂ എത്രയുണ്ട്. ആ ബാലൻസ് ഡെബിറ്റ് സൈഡിലാകുന്നതിനും ക്രെഡിറ്റ് സൈഡിലാകുന്നതിനും അനുസരിച്ച് അതിൻ്റെ മീനിങ് മാറും. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു അക്കൗണ്ടിന് എക്സാമ്പിളായിട്ട് ക്യാഷ് തന്നെ എടുക്കാം.
ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അതൊരു ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എക്സാമ്പിൾ എടുക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരു അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ വാല്യൂ കുറയണം. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ടാണ്, അതായത് അസറ്റാണ്. അസറ്റുകളൊക്കെ ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ടാണ്. അതായത് കൂടണമെങ്കിൽ ആ അക്കൗണ്ടുകളുടെയൊക്കെ ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് എഴുതണം. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഇന്ന ബാലൻസ് ഉള്ള അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അക്കൗണ്ടിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ ആ ഭാഗത്താണ് എഴുതേണ്ടത് എന്നാണ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ടാണ്. അതിൻ്റെ അർത്ഥം ബിസിനസ്സിലേക്ക് സെയിൽസ് നടത്തി ക്യാഷ് കിട്ടിയാൽ അത് ഈ ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതായത് ക്യാഷ് കൂടുകയാണ് സെയിൽസ് നടത്തി ക്യാഷ് കിട്ടുമ്പോൾ. ഇനി എന്തെങ്കിലും ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ക്യാഷ് പോവുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഒരു ഏത് സൈഡിൽ എഴുതണം? ക്യാഷ് കുറയാണ് ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതായത് ഈ അക്കൗണ്ടിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതായത് ക്യാഷ് വന്നാൽ ഡെബിറ്റ് സൈഡും ക്യാഷ് പോകുമ്പോൾ ക്രെഡിറ്റ് സൈഡും. അങ്ങനെ ഓരോ ലെഡ്ജറിനും ആ ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് മനസ്സിലാക്കാതെ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണോ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണോ നോക്കിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ച്, ഈ വീഡിയോനെ സംബന്ധിച്ച്, അതായത് ഇതിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെ വരുന്നത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ എവിടെയെങ്കിലും കൺഫ്യൂഷനൊക്കെ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്നുള്ളത്. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണ് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അതേ അവസ്ഥയാണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം എന്നല്ലേ. അതായത് ഈ സൈഡിൽ എഴുതണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ. ഇനി ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വാല്യൂ കുറയണമെങ്കിലോ ഡെബിറ്റ് സൈഡിൽ എഴുതണം എന്നാണ് അർത്ഥം. അതായത് ക്യാഷ് അക്കൗണ്ടിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ടാണ്, ഇത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കിയാൽ മതി? ഈ ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂട്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, കുറക്കണ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ആക്ച്വലി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആരും ഇങ്ങനെ ചെയ്യാറുണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഐറ്റംസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ, പാർട്ട്ണർഷിപ്പ് രീതിയിൽ നടത്തുന്ന ബിസിനസ്സിൽ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട ഏത് ട്രാൻസാക്ഷൻ ആയാലും, അതായത് ഏതൊരു ട്രാൻസാക്ഷനും പാർട്ട്ണറുമായി ബന്ധമുണ്ടെങ്കിൽ അത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതായത് ഈ ലെഡ്ജറിൻ്റെ വലതോ ഇടതോ സൈഡിൽ വന്നിരിക്കണം. അത് പാർട്ട്ണറുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ അത് ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതിൽ ടച്ച് ചെയ്തിട്ടുണ്ടാകണം. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വന്നിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ഐറ്റംസ് എന്ന് ഉദ്ദേശിച്ചത് അതായത് ഇതന്നെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് വരിക, ആ ട്രാൻസാക്ഷൻസുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ആവുകയും ഡെബിറ്റ് ആവുകയും ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുന്നത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വാല്യൂ കുറക്കുന്നത് ഡെബിറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനുകളും ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടച്ച് ചെയ്ത് പോകണം. അപ്പോൾ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെടുന്ന ആ ട്രാൻസാക്ഷൻസുകൾ ഏതാണ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സാധനമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ സാധനം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ വരുന്നുള്ളത് നോക്കാം. ആ ഐറ്റം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മണി ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ.
ഈ പാർട്ട്ണർമാർ സ്റ്റാർട്ടിങ്ങിൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന മണി അത് പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിർബന്ധമായിട്ട് ടച്ച് ചെയ്യണം. അപ്പോൾ അത് ഏത് സൈഡിൽ എഴുതണം എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന മണി ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ വാല്യൂ കൂട്ടുകയാണോ ചെയ്യുക, കുറയ്ക്കുകയാണോ ചെയ്യുക? സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഉണ്ടാകുന്നു, അപ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സൈഡിൽ എഴുതണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ക്യാപിറ്റലിനെ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർമാർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് ചില സമയത്ത് അവർ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുക അവരാവശ്യത്തിന്. അത് ക്യാപിറ്റലിനെ കുറയ്ക്കുകയാണോ ചെയ്യുക, കൂട്ടുകയാണോ ചെയ്യുക? കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ക്യാപിറ്റൽ വാല്യൂ കുറയും, വിഡ്രോ ചെയ്യുമ്പോൾ കുറയും. അപ്പോൾ കുറയുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെഡ്ജറിൻ്റെ ഏത് സൈഡിൽ എഴുതണം? കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ. അപ്പോൾ ഈ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അടുത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ്, മൂന്നാമത്തത്. അതായത് പ്രോഫിറ്റിൻ്റെ ഷെയർ പാർട്ട്ണർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതേ പാർട്ട്ണറിൻ്റെ വാല്യൂ, ആ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ വാല്യൂ കൂടുകയാണ് ചെയ്യുക. ക്യാപിറ്റലിൻ്റെ പേര് കൂടുകയാണ് ചെയ്യുക. അദ്ദേഹം ഇട്ട പൈസക്ക് വാല്യൂ കൂടുകയാണ്. അത് മനസ്സിലായല്ലോ? പ്രോഫിറ്റ് കിട്ടുമ്പോൾ അയാളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കൂടുകയാണ്. അപ്പോൾ അത് ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അടുത്തത് നാലാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് കുറച്ച് നേരത്തെ പ്രൊവിഷൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ. അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടൂ, അല്ലാണ്ട് അവർക്ക് പാർട്ട്ണർമാർക്ക് അതിന് അവകാശമൊന്നുമില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് പോകണം? അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടിൻ്റെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് വാല്യൂ കൂടുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വാല്യൂ കൂട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലും കുറക്കുന്നത് ഡെബിറ്റ് സൈഡിലും എഴുതണം. പൊതുവേ പാർട്ട്ണർമാർക്ക് ക്യാപിറ്റലിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കിട്ടിയാൽ അത് ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂട്ടും. അതുകൊണ്ട് നാലാമത്തെ ട്രാൻസാക്ഷൻ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഏതാണോ ആ പാർട്ട്ണറുടെ കേട്ടോ. അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് ചില സമയത്ത് ഞാൻ ഡ്രോയിങ്സ് എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ കൊണ്ടുപോയ സാധനത്തിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം, പാർട്ട്ണർ കൊടുക്കണം ഫേമിന്. അത് ഏത് സൈഡിലാണ് വരാം? അത് ക്യാപിറ്റലിൽ നിന്ന് കുറയുക ചെയ്യാം. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ വരും. അതായത് നേരത്തെ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആറാമത്തതും ഏഴാമത്തതും പാർട്ട്നേഴ്സ് സാലറിയും കമ്മീഷൻ ടു പാർട്ട്നേഴ്സും അങ്ങനെ എന്തെങ്കിലും ഡീഡിലോ ക്വസ്റ്റ്യൻസിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഏത് പാർട്ട്ണർക്കാണോ കൊടുക്കുന്നത്, ഇപ്പോൾ എ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 5000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ വാല്യൂ സാലറി കിട്ടുമ്പോൾ കൂടും, ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂടും, ആ ലെഡ്ജറിൻ്റെ വാല്യൂ കൂടണം. അങ്ങനെയാകുമ്പോൾ പാർട്ട്നേഴ്സ് സാലറി ആ പാർട്ട്ണറുടെ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൊണ്ടുപോയി എഴുതണം. ഈ കമ്മീഷൻ ടു പാർട്ട്നേഴ്സും അതേ കേസ് തന്നെയാണ്. ഇനിയിപ്പോൾ എയും ബിയും പാർട്ട്ണർ, ബി എന്ന് പറയുന്ന പാർട്ട്ണർക്കാണ് കമ്മീഷൻ, അവർ ഡീഡിൽ അങ്ങനെ അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് കൊടുക്കുമ്പോൾ അത് ലെഡ്ജറിൽ എങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ, അതായത് ആ ബി എന്ന് പറയുന്ന പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ വാല്യൂ കൂട്ടും. അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ബി എന്ന് പറയുന്ന പാർട്ട്ണറുടെ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. ഓക്കെ. ഇത്രയും ട്രാൻസാക്ഷൻസുകളാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ആ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഇപ്പം നമ്മൾ ഏതൊക്കെ സൈഡിൽ വരും അതിൻ്റെ ഒരു ലോജിക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലെഡ്ജർ അക്കൗണ്ട് കാണിച്ചു തരും. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ലെഡ്ജർ ഉണ്ടാക്കുന്നതിന് 2 മെത്തേഡ് ഉണ്ട്. അതായത് ഇതിന് ഇങ്ങനെയാണെന്ന് ഹെഡിങ് പറയാം. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 2 മെത്തേഡ് ഉണ്ട്. അതൊന്നുമില്ല, അത് പറയാൻ മാത്രമൊന്നുമില്ല, വളരെ ചെറിയൊരു ഡിഫറൻസിൻ്റെ ഇതിലാണ് 2 മെത്തേഡുകൾ ഉണ്ടാകുന്നത്. അത് ഞാൻ ലെഡ്ജർ കാണിച്ചു തരുമ്പോൾ പറഞ്ഞുതരാം. ആ മെത്തേഡുകളുടെ പേര് ഞാൻ ജസ്റ്റ് പറയണം. ഒന്ന് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും 2 ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്താണ് വ്യത്യാസം, ഫ്ലക്ച്വേറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് മാറുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ആ PDF വെച്ചിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതാണ് ആ 2 മെത്തേഡ്സുകൾ. ഓക്കെ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള 2 മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് PDF പോവാം.
അപ്പോൾ നമുക്ക് ആ മെത്തേഡ്സുകൾ എങ്ങനെയാണ് ആ വ്യത്യാസം എന്നുള്ളത് നോക്കാം. രണ്ട് മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫിക്സഡും ഫ്ലക്ച്വേറ്റിങ്ങും. ഈ രണ്ട് മെത്തേഡുകൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റലിനെ ഫിക്സഡ് ആക്കി വെക്കുന്നതാണ് ഫിക്സഡ് മെത്തേഡ്. ക്യാപിറ്റലിൻ്റെ ബാലൻസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഫ്ലക്ച്വേറ്റിങ്. ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാനിപ്പം കാണിച്ചു തരാം. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ആദ്യം കാണിച്ചു തരാം. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ ലെഡ്ജറെ വരക്കും. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ്. ആ ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ എല്ലാം എഴുതും. അതിപ്പോൾ പാർട്ട്നേഴ്സിന് സാലറി കിട്ടിയതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇനിയിപ്പോൾ കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ കൊടുത്തതും ഒക്കെ അതിലെഴുതാം. ഒറ്റൊരു ലെഡ്ജറെ വരക്കും. അതുകൊണ്ട് തന്നെ ഓരോ തവണ ബാലൻസ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് പീരീഡ്, വർഷത്തിലാണെങ്കിൽ വർഷത്തിൽ എപ്പോഴാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഓരോ വർഷവും ബാലൻസ് മാറും. കാരണം ഓരോ വർഷവും സാലറി അതൊക്കെ ആ ലെഡ്ജറിലേക്ക് കയറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഫിക്സ്ഡ് എങ്ങനെയാണ് നോക്കാം. ഫിക്സ്ഡ് ചെയ്യുമ്പോൾ രണ്ട് ലെഡ്ജർ വരക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ അതവിടെ അങ്ങനെ തന്നെ ആ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് കൊണ്ടുവരുന്ന ആ എമൗണ്ട് മാത്രം അതിൽ കാണിക്കും. ഇനിയിപ്പോൾ അതിൽ വിഡ്രോ ചെയ്താൽ അതും, അതായത് ആ ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രം കാണിക്കാനുള്ള ഒരു അക്കൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് വെക്കും. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ വേറെ തന്നെ ഒരു ലെഡ്ജർ വരച്ചിട്ട് അതിൽ നിന്ന് കുറയും കൂടും ചെയ്യുമ്പോൾ മാത്രമേ അവിടെ രേഖപ്പെടുത്തുള്ളൂ ലെഡ്ജറിൽ. എന്നിട്ട് ഈ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതുപോലത്തുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു അക്കൗണ്ട് വരക്കും. അതാണ് ഈ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഫിക്സ്ഡ് മെത്തേഡിൽ രണ്ട് ലെഡ്ജർ വരക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരച്ചാലേ ഈ ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിട്ട് വെക്കാൻ കഴിയും. നേരത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ ലെഡ്ജറിലാണ് എല്ലാം ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ വെക്കും. കാരണം സാലറി, കമ്മീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. നേരെ മറിച്ച് ഫിക്സ്ഡ് ആണെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ വേറെ തന്നെ വെച്ച് എന്നിട്ട് ബാക്കിയുള്ള സാലറി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു അക്കൗണ്ടും കൂടെ ഉണ്ടാക്കി, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ഇനി ഞാനൊന്ന് ജസ്റ്റ് ഫോർമാറ്റ് ആണ് സാർ ഇതിൻ്റെ രണ്ടിൻ്റെയും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സാധനമാണ് ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ആ ലെഡ്ജർ ഫോർമാറ്റിലുള്ള സാധനം. ഞാൻ പറഞ്ഞ രണ്ട് മെത്തേഡുകൾ കാണിച്ചു തരാമെന്നൊക്കെ. ജസ്റ്റ് ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കാം. നിങ്ങൾ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഒന്ന് നോക്കാം. ബാലൻസ് BD എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസ് എടുത്ത് എഴുതുന്നതാണെങ്കിൽ ഏത് സൈഡിലാണെന്ന് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൽ വരും. ആ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയിൽ പൊതുവേ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. കാരണം ക്യാപിറ്റൽ ഇല്ലാത്ത നെഗറ്റീവ് ആകുന്ന ഒരവസ്ഥയൊന്നും പൊതുവേ ഫേമിനുണ്ടാവില്ല, പൂട്ടി പോകേണ്ടി വരും അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് നോക്കാം, ബാങ്ക്. ഞാൻ പറയണത് മാത്രം നോക്കിയാൽ മതി. ആ PDF ആകുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് പോലെ ഉണ്ടാവും. ബാങ്ക് അതിൻ്റെ ബ്രാക്കറ്റിൽ എന്താ ഇതിന് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. അതിപ്പോൾ ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ കൂടാണ്ട് പുതിയ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചോ. അത് ബാങ്ക് വഴിയാവാം, അല്ലെങ്കിൽ ക്യാഷ് കൊണ്ടുവരുന്നതാവാം. ബാങ്കാണെങ്കിൽ ബാങ്ക് എഴുതും. അപ്പോൾ ബാങ്ക് വഴി ആയതുകൊണ്ട് അവിടെ ബാങ്ക് എഴുതിയിട്ടുണ്ട്. അത് ക്രെഡിറ്റ് സൈഡിലല്ലേ. അതിൻ്റെ അർത്ഥം അത് ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂട്ടുന്നത് സാധനമായതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ. രണ്ടാമത് സാലറീസ്, അതായത് പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടെങ്കിൽ, മൂന്നാമത്തെ സാലറീസ്. പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടെങ്കിൽ, ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് സൈഡിലാണ് വരേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ പാർട്ട്ണറിനും എത്രയാണെന്ന് വെച്ചാൽ അതിന് കണക്കായ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കാരണം വാല്യൂ കൂട്ടും. രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ബ്രാക്കറ്റിൽ ഫോർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണെങ്കിലാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പ്രോഫിറ്റ് ആണെങ്കിലേ ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂടും. നേരെ മറിച്ച് ലോസ് ആണെങ്കിലോ ഡെബിറ്റ് സൈഡിൽ എഴുതും. കാരണം അത് ക്യാപിറ്റലിൽ നിന്ന് കുറയും. ലോസ് വരുന്നത് ക്യാപിറ്റലിൽ നിന്ന് കുറയുക. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് പോകാം. ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ വാല്യൂ കുറക്കുന്ന സാധനങ്ങളല്ല ഉണ്ടാകുക. ഇപ്പോൾ ഡ്രോയിങ്സ്, അതായത് കൊണ്ടുവന്നിട്ട ക്യാപിറ്റലിൽ നിന്ന് പാർട്ട്ണർ എപ്പോഴെങ്കിലും ആവശ്യത്തിന് എന്തോ ടേമിൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഇനി അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ എടുത്തുകൊണ്ട് പോയതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതും ക്യാപിറ്റലിൻ്റെ വാല്യൂ കുറക്കുന്നതാണ്. അതും ഡെബിറ്റ് സൈഡിലാണ്. വേറൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് വരിക. ഇതേ വരും. ഇത് NCERTൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഓക്കെ, ഇനി ആ മെത്തേഡുകളെ കുറിച്ച് പറയാം.
ആ മെത്തേഡ് എന്ത് മാറ്റാണ്, രണ്ട് രീതിയിൽ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ, ആ മെത്തേഡ് കൊണ്ട് എന്ത് മാറ്റാണ് ഈ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ ഉള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതുകൊണ്ടാണ് രണ്ട് ലെഡ്ജർ, ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫസ്റ്റത്തതും രണ്ടാമത്തത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടും. ഇപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് BD എന്നുണ്ട് ഫസ്റ്റ് സാധനം. അത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തത് ബാങ്ക്, അതായത് ആ ക്യാപിറ്റലിന് അങ്ങനെയുള്ള ക്യാപിറ്റലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ലെഡ്ജറിലേക്ക് എഴുതുന്നുള്ളൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക്. അതായത് പുതിയ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിൽ നിന്ന്, അതായത് ആ ക്യാപിറ്റലുമായി ഡയറക്റ്റ് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫിക്സ്ഡ് മെത്തേഡ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ താഴെ കാണുന്ന പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് നോക്കിയാൽ അതിൻ്റെ ബാലൻസ് BD ഉണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് BD ഉണ്ടാവും, ഡെബിറ്റ് ആണെങ്കിൽ ബാലൻസ് ഇപ്പുറം ഡെബിറ്റ് സൈഡിലും ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ബാലൻസ് BD കഴിഞ്ഞ് ബ്രാക്കറ്റും കഴിഞ്ഞ് സാലറി ആണ്. സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ, അതായത് നേരത്തെ പറഞ്ഞതേ ലോജിക്കാണ് കേട്ടോ, ഇതിൻ്റെ സൈഡും കൂടുന്നത് ക്രെഡിറ്റിലും കുറയുന്നത് ഡെബിറ്റിലുമാണ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അതേ പോസ്റ്റിംഗ് രീതിയാണ്. സാലറി ക്രെഡിറ്റ് സൈഡിൽ, അതായത് പാർട്ട്നേഴ്സിന് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അവർ കയ്യിലുള്ള എമൗണ്ട് കൂടാണല്ലോ ചെയ്യുന്നത്, വാല്യൂ കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ. കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ, ക്യാപിറ്റലിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ, ലോസ് ആണെങ്കിലോ ഡെബിറ്റിലും. അതുപോലെ ഡ്രോയിങ്സ് എവിടെ എഴുതുക, ഡെബിറ്റ് സൈഡിൽ എഴുതും. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണെന്ന്. അത് പക്ഷേ പെർമനൻ്റ് അല്ല. പെർമനൻ്റായിട്ട് എടുത്തുകൊണ്ട് പോയാൽ ഉള്ളതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ പെർമനൻ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറണ്ട് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അതും ക്യാപിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അത് പക്ഷേ ലോൺ എടുക്കുന്ന പോലെ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റും. അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തിരിച്ചടക്കാന്നുള്ള കണ്ടീഷനിൽ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അത് ക്യാപിറ്റലിൻ്റെ ബാലൻസിൽ പെർമനൻ്റ് ആയിട്ട് മാറ്റം ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് ഒരു പീരീഡിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ തിരിച്ചു വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് അത് കറണ്ട് അക്കൗണ്ടിൽ വന്നിന് കേട്ടോ. അതായത് ഈ മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനത്തിന് മാറ്റം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ വരും. അങ്ങനെയുള്ളത് ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ഈ സൈഡ് കാണുന്നത്. ഓക്കെ, ഇതാണ് ഫിക്സഡ് എന്ന് പറയുന്നത്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് കാണിച്ചു തരാം. ഇതാ ഫ്ലക്ച്വേറ്റിംഗ് ഇങ്ങനെ ഒരൊറ്റ സാധനം ഉണ്ടായാലും സിമ്പിളായിട്ട് അതിൽ തന്നെ എല്ലാം എഴുതലും, ആ ഒരൊറ്റ ലോജിക്ക് അറിഞ്ഞാൽ മതി. ക്രെഡിറ്റ് സൈഡിൽ വാല്യൂ കൂടുന്നതും ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വാല്യൂ കുറക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ കാര്യങ്ങൾ. ഇത് ഞാൻ നേരത്തെ ഫസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതേ സാധനം. വേറെ ഡൗട്ടൊന്നും ഇല്ലയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട 2 മെത്തേഡുകളാണ്. ആ മെത്തേഡുകൾ എന്താണെന്നുള്ളത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ, ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെ പ്രോബ്ലമാണ്. അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്നുള്ള പ്രോബ്ലത്തിൻ്റെ വീഡിയോ ആയിരിക്കും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ.